ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ലോക ചാപ്റ്റർ ചന്ദ്ര ഇന്ന് 24ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു മലയാളി എന്ന നിലയിൽ എനിക്കും അഭിമാനത്തോടെ പറയാം, നമുക്കും വേൾഡ് സ്റ്റാൻഡേർഡിലായിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ മൂവി ഉണ്ടെന്ന്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ലോക മൂവി കാരണം കരിയർ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്ന ഒരു 5 ആൾക്കാരെ കുറിച്ചാണ്. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നോബഡി എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഷിബിൻ എസ് രഘുവിനെ കുറിച്ചാണ്. ഒരു ഡയലോഗോ ഒരു ആക്ഷനോ ഇതൊന്നും ഇല്ലാതെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് മാറി നോബഡി എന്ന് പറഞ്ഞ ഷിബിൻ. നെക്സ്റ്റ് നമ്മളുടെ കത്തനാറിൻ്റെ കൊച്ചുമോനായിട്ട് അഭിനയിച്ചിരിക്കുന്ന സാം മോഹനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് ശ്രദ്ധിക്കപ്പെട്ട ഒരു റോള് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ മൂവിയിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഒരു മലയാളിയാണെന്ന്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഹിന്ദി മൂവീസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. 12th ഫെയിലും അതുപോലെ തന്നെ ഹാഫ് സി എന്ന് പറഞ്ഞൊരു മിനി സീരീസ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടിലും നല്ലൊരു അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. നെക്സ്റ്റ് ശരത് സഭയാണ്. അദ്ദേഹത്തിന് ഈ മൂവിക്കകത്തൊരു നെഗറ്റീവ് റോളാണെങ്കിലും നല്ല ഭംഗിയായിട്ടത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ചന്ദ്രയുടെ യങ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ദുർഗ സി വിനോദാണ്. ആ കുട്ടി ചെയ്തിരിക്കുന്ന ആക്ഷനും അഭിനയവും രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ്. ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കുട്ടി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ അച്യുതൻ എന്ന റോള് ചെയ്തിരിക്കുന്ന യുഗനെ കുറിച്ചാണ്. അദ്ദേഹത്തിനും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള റോളായിരുന്നു. കാരണം ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ആക്ഷൻ കൊണ്ട് മാത്രം അഭിനയിക്കുകയും എന്നാൽ കൊടുത്ത റോള് നല്ല ഭംഗിയായിട്ട് അദ്ദേഹം പെർഫോം ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലത്തെ പുതിയ സിനിമ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.